അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസ്വഹാബതി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വളരെയേറെ സന്തോഷത്തിലാണുള്ളത്. കാരണം നമ്മുടെ ഈ ഒരു ചാനൽ അല്ലേ, ഏകദേശം കോവിഡിൻ്റെ സമയത്ത് തുടങ്ങിയ ചാനലാണ്. അതിനുശേഷം ഒരുപാട് നാൾ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം വേറെ കുറച്ച് ആളുകൾക്ക് നമ്മൾ ഈ ചാനൽ കൈമാറുകയുണ്ടായി. അവരും ഒരുപാട് വീഡിയോകൾ ചെയ്തു, ഇതിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. പിന്നീട് അവർക്കും വീഡിയോ ചെയ്യാൻ കഴിയാതെയായി, വീണ്ടും നമ്മൾ തിരിച്ചെടുത്തു. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ്. ഇന്ന് മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 3 മണിക്കായിരിക്കും ഇതിലെ വീഡിയോകൾ വരിക. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിക്കുകയും വേണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങളെല്ലാവരും തമ്പനയിലൂടെ കണ്ടതാണ് അല്ലേ. കടം എത്ര വലിയ കടമാണെങ്കിലും അത് വീടാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു ദിക്ർ. അപ്പോൾ ദിക്ർ ചൊല്ലിയ കടം മാറും? അതൊരു ചോദ്യമാണല്ലേ. തീർച്ചയായിട്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച് തന്ന ദിക്റാണ്. ദിക്ർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനോടുള്ള ദുആ, പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ദിക്ർ. ഐ എം എ മൈൻഡ് പവർ ട്രെയിനർ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്. ഓക്കെ, സ്പിരിച്വൽ വെൽനസ് കോച്ചുമാണ്. അപ്പോൾ മനസ്സിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ സൈക്കോളജിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർ പഠിച്ച ഒരു കാര്യമാണ് അഫർമേഷൻ. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ തന്നെ പോസിറ്റീവായി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് കൊടുക്കുന്ന കമാൻഡുകളാണ്. അതാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഫർമേഷൻ റൈറ്റിങ്ങിലൂടെയും അതുപോലെ തന്നെ ചാൻറ്റിങ്ങിലൂടെയൊക്കെ നമുക്ക് നമ്മെ തന്നെ പോസിറ്റീവായിട്ട് നിലനിർത്താനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗെയിൻ ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആ ഇസ്ലാമിലെ മന്ത്രങ്ങൾ, മന്ത്രാസ്, ദിക്റുകൾ, അത് ഒരു കൈൻഡ് ഓഫ് അഫർമേഷനാണ്. അപ്പോൾ അത് ചൊല്ലുന്നത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് തന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കടം വീടാനുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ദിക്ർ ആണ്. അപ്പോൾ ഇത് ഹദീസുകളിലേക്ക് വന്നാണ്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ അസമയത്ത്, സാധാരണ നിസ്കാരത്തിൻ്റെ സമയത്ത് ആണല്ലോ എല്ലാവരും വരാം, മഹാനവറുകൾ ഉച്ചയ്ക്ക് മുമ്പേ ഒരുപാട് നേരത്തെ വന്നിങ്ങനെ പള്ളിയിലിരുന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് അബൂ ഉമാമ നിങ്ങൾ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ മഹാനവറുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, എനിക്ക് വല്ലാത്ത വിഷമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, എൻ്റെ കടം വല്ലാതെ അധികരിച്ചിരിക്കുന്നു, എനിക്കത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഉമാമ, ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരട്ടെ, ഒരു ദുആ പഠിപ്പിച്ചു തരട്ടെ. ആ ദുആ നീ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തായാലും നിൻ്റെ കടങ്ങൾ എത്രയാണെങ്കിലും അത് വീഴും, നിൻ്റെ വിഷമങ്ങളൊക്കെ മാറും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹരി റിജാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തരട്ടെ അല്ലേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, വിഷമത്തെ തൊട്ടും മുഷിപ്പ്, മനസ്സിനുണ്ടാകുന്ന ഒരു ടെൻഷൻ, അതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അശക്തിയെ തൊട്ടിട്ടും വൽ കസൽ, മടി പിടിച്ചിരിക്കലിനെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ജുബ്ന് ഭീരുത്വത്തെ തൊട്ടും പിശുക്കിനെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ, കടം വന്നിങ്ങനെ അധികരിക്കുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വ ഖഹരി റിജാൽ, ആളുകളുടെ അക്രമത്തെ തൊട്ടും കാവലിനെ ചോദിക്കുന്നു. ഖഹർ, ആളുകളിങ്ങനെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസത്തിലാക്കുക, അതിനെ തൊട്ട്
ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു ദിക്ർ ചൊല്ലിക്കോളൂ. അപ്പോൾ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എവിടെ നിന്നൊക്കെയാണ് എൻ്റെ കടം വീടിപ്പോയത്? ഈ ദിക്ർ ചൊല്ലി തുടങ്ങിയപ്പോൾ എങ്ങനെയൊക്കെയാണ് എൻ്റെ കടം വീഴതെന്ന് എനിക്കറിയില്ല. അപ്പം നീ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നിൻ്റെ കടങ്ങൾ വീടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നിൻ്റെ വിഷമങ്ങളും നിൻ്റെ പിശുക്കും നിൻ്റെ എല്ലാ തരത്തിലുള്ള ഭീരുത്വവും പേടിയും അതൊക്കെ മാറിപ്പോകും ഈ ഒരു ദിക്ർ നമ്മൾ പതിവാക്കി ചൊല്ലിയാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ നിസ്കാരത്തിന് ശേഷം 7 തവണ വെച്ച് ചൊല്ലുക. വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം 70 തവണയും ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ. കടം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ക്യാൻസറാണ്, ഒരു മനുഷ്യനെ ബാധിക്കുന്ന ക്യാൻസറാണ്. അത് ബാധിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതിനെ തിരിച്ചറിയണം. അപ്പോൾ കടം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ പറയാം. ആദ്യം അതിനെ പറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ദിക്ർ എന്ത് ചെയ്യുക, ഈ നിസ്കാരത്തിന് ശേഷം 7 തവണയും വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം 70 തവണയും വെച്ച് നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് എപ്പിസോഡുകൾ കടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും. ഈ പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അത്തരം ചെറിയ കുറച്ചൊക്കെ കടങ്ങൾ ഉണ്ട്, കടങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ദുആകളിലൊക്കെ പ്രത്യേകം എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അപ്പോൾ കടങ്ങൾ പരമാവധി വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക ഒരു വഴി എന്ന് ചില ആളുകൾ തമാശക്കെങ്കിലും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പലിശ അല്ല കേട്ടോ, പലിശയുടെ കാര്യം നമ്മളിവിടെ സംസാരിക്കുന്നേ ഇല്ല, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കടം വാങ്ങുന്ന ആളുകളുണ്ട്, അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അത്യാവശ്യങ്ങളായിട്ടുള്ള കടങ്ങളുണ്ട്. അനാവശ്യമായിട്ട് വെറുതെ ബോധമില്ലാത്ത കാലത്ത് കുറേ ഇങ്ങനെ ചിലവഴിക്കും. കിട്ടുന്ന ക്യാഷൊക്കെ ആവശ്യമാണോ അത്യാവശ്യമാണോ അനാവശ്യമാണോ എന്നൊന്നും നോക്കാതെ ഉള്ളതിനൊക്കെ ചിലവഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ശീലങ്ങളിൽ നിന്ന് നമ്മൾ മാറുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് വന്ന് ബാധിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സീരിയസ്നെസ്, ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പറയുന്നത് കടങ്ങൾ പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. EMI എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ മൊബൈൽ വാങ്ങാനും ലാപ്ടോപ്പ് വാങ്ങാനും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു സംഭവം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കും. പിന്നെ കൂടുതൽ കടങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഒരു കടം വീട്ടാൻ അടുത്ത ആളിൽ നിന്ന് കടം വാങ്ങിക്കുന്നു, ആ ആളുടെ കടം വീട്ടാൻ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ അതിങ്ങനെ ബാധിച്ച് നമ്മളെ കാർന്ന് നിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളെ 3 മണിക്ക് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.